ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 10 54 അധ്യായം. രുക്മി വൈരൂപ്യം. ശ്രീശുകൻ പറഞ്ഞു, ഏറ്റവും ക്രുദ്ധരാജസമൂഹം വില്ലെടുത്തുടൻ സ്വസ്വസൈന്യാവൃതന്മാരായി പാഞ്ഞു പിന്നിൽ രഥങ്ങളിൽ. പിന്നിൽ ശത്രുക്കളെ കണ്ട യാദവപ്പടയാളികൾ തിരിഞ്ഞു നിന്നു ഞാണൊച്ച കേൾപ്പിച്ചു നിർഭയം. അമ്പുതിർത്താരരികളാഗജാശ്വരഥവർത്തികൾ പർവ്വതങ്ങളിൽ മേഘങ്ങൾ മഴത്തുള്ളികളെന്ന പോൽ. ഭർതൃസൈന്യത്തെ അരിതൻ ശരവർഷം മറയ്ക്കവേ നോക്കി ഭർതൃമുഖത്തേക്കു സലജ്ജം ഭയവിഹ്വല. ചിരിച്ച ഭഗവാൻ ചൊന്നാൻ, പേടിക്കേണ്ട സുലോചനെ, ഉടൻ തകർക്കും നിൻ സേന ശത്രുപ്പടകളെ ദൃഢം. ഗജൻ സംഘർഷണൻ തൊട്ട വീരന്മാർ ശത്രുവിക്രമം പൊറാഞ്ഞമ്പെയ്തു മുടിച്ചു തേരാന കുതിരപ്പട. കിരീടകുണ്ടലോഷ്ണീഷ സമേതങ്ങൾ ശിരസ്സുകൾ ഗജിരഥ്യശ്വികളിൽ നിന്നു ഉതിർന്നു കോടി കോടിയായി. ആളാനയശ്വം കഴുതയൊട്ടകം ശീർഷമെന്നിയെ ഗതവാൾ വില്ലേന്തിയ കൈപ്പടം കാൽപ്പടം തുട. ജയം കാക്ഷിക്കുന്ന വൃഷ്ണികളാൽ പട നശിക്കവേ മടുത്തോടി ജരാസന്ധൻ തൊട്ട മന്നവരെ വരും. പത്നി നഷ്ടപ്പെട്ട പോലെ ദുഃഖിക്കും ശിശുപാലനെ ഗുണദോഷിച്ചാരവർ നിഷ്പ്രഭനാം അപ്രസന്നനെ. നീ എന്തിനെ വങ്കേഴുന്നു, നീയൊരാൺപുലിയല്ലയോ? നീ എന്തിനെ വങ്കേഴുന്നു, നീയൊരാൺപുലിയല്ലയോ? പ്രിയാപ്രിയങ്ങൾ മാറാതെ നിൽക്കുമാറില്ല ദേഹിയിൽ. പെൺഭാവ തുള്ളിപ്പവന്റെ ഹിതം പോലെ ചലിക്കണം. വരുന്നു സുഖദുഃഖങ്ങൾ ഈശൻ തന്നിച്ഛമാതിരി. തോറ്റു ഞാനൊത്ത് എന്നിരുപത്തിമൂന്ന് ക്ഷൗഹിണിപ്പട. തോറ്റു ഞാനൊത്ത് എന്നിരുപത്തിമൂന്ന് ക്ഷൗഹിണിപ്പട 17 തോൽപ്പിച്ചു ശൗരിയെ 18 ഞാൻ. ചലിപ്പൂ കാലമാം ദൈവേച്ഛയാൽ പാരെന്നറിഞ്ഞ ഞാൻ സന്തോഷിച്ചില്ല, ദുഃഖിച്ചില്ല ഒന്നുകൊണ്ടുമൊരിക്കലും. ശ്രേഷ്ഠന്മാരതിവീരന്മാരിപ്പോഴും നാം പരാജിതർ. തന്ത്രജ്ഞനായ കൃഷ്ണന്റെ കാപട്യത്താൽ യദുക്കളാൽ ഇപ്പോൾ കാലാനുകൂല്യത്താൽ ജയിച്ചു ശത്രു നമ്മളെ. നമ്മെ കാലം തുണയ്ക്കുമ്പോൾ വരിക്കും വെറ്റി നമ്മളും. മിത്രപ്രബോധിതൻ ചൈദ്യൻ തിരികെ പോയി സാനുകൻ. ചാവാത്ത രാജാക്കന്മാരും ചെന്നെത്തി സ്വപുരങ്ങളിൽ. പെങ്ങൾ തൻ രാക്ഷസോദ്വാഹം പൊറാത്ത ബലിരുക്മിയോ ചെന്നു കൃഷ്ണന്റെ പിന്നാലെ വീണ്ടും അക്ഷൗഹിണി വൃതൻ. ഭൂപരെല്ലാം കേൾക്കെ രുക്മി വീരൻ കോപിഷ്ഠനക്ഷമൻ മാർച്ചട്ട വില്ലും ധരിച്ചു സത്യം ചെയ്തു പൊടുന്നനെ. സത്യം ചെയ്യുന്നു ഞാൻ, പോരിൽ കൃഷ്ണനെ കൊന്നിടാതെയും പൂകാ ഞാൻ കുണ്ടിനെ രുക്മിണിയെ രക്ഷിച്ചിടാതെയും എന്നു തേരേറിപ്പറഞ്ഞാൻ തേരാളിയോടു സത്വരം. തെളിക്കൂ കൃഷ്ണന്റെ നേരിട്ട് അവനോടടരാടണം. പെങ്ങളെ കട്ടുധിക്കാരി ഞാനാ ഗോപന്റെ ഹുങ്കൃതി. നിശിതാസ്ത്രങ്ങളാൽ കീറിപ്പൊളിപ്പേനിന്ന് അസംശയം. പുലമ്പി ദുർബുദ്ധി കൃഷ്ണമാഹാത്മ്യമറിയാത്തവൻ. നില്ലുനില്ലെന്നു രഥത്തിൽ കേറി നിന്നൊച്ചയിട്ടവൻ. യദുവംശം മുടിച്ചോനെ തെല്ലുനില്ലെന്നു ചൊല്ലവേ 3 അമ്പുകൊണ്ട് ആക്രമിച്ചാൻ വില്ലുറക്ക വലിച്ചവൻ. ഹവിസ്സിനെ കാക്ക പോലൻ പെങ്ങളെ കട്ടമന്ത. നീ എങ്ങോട്ടാണെന്നൊടുക്കും ഞാൻ നിൻ ചതിപ്പോരുമായിക. എന്നമ്പാൽ നീ ചത്തുവീഴും മുമ്പേ വിടുക രുക്മിയെ. ചിരിച്ചു വില്ലറുത്ത ആറമ്പാൽ കൃഷ്ണൻ കെട്ടി രുക്മിയെ. 8 4 അശ്വങ്ങൾ 3 ധ്വജം തേരാളി 2 രുദ്ധമാകവേ 5 കെട്ടി കൃഷ്ണനെ രുക്മിയും. അവന്റെ വില്ലു ഛേദിച്ചാൻ അസ്ത്രതാടിതൻ അച്യുതൻ. അവൻ മറ്റൊന്നെടുത്തപ്പോൾ അതും ഛേദിച്ചിതവ്യയൻ. പരിഘം പട്ടിശം ശൂലം ഖഡ്ഗം പരിചതോമരം ശക്തി ശത്രുവെടുക്കുന്നതെന്തും ഛേദിക്കയായി ഹരി. രഥത്തിൽ നിന്നു വാളോങ്ങിച്ചാടി ക്രുദ്ധൻ വധേച്ഛുവായി. തീയിനെ പാറ്റയെന്നോണം സമീപിച്ചു മുകുന്ദനെ. പാഞ്ഞെത്തും വാൾ പരിചയം പൊടിച്ചു കൃഷ്ണൻ അമ്പിനാൽ. രുക്മിതൻ കഥ തീർക്കാമെന്നൊടുവേന്തിയിടിനാൻ അസി. 8 കൊല്ലുമെന്നോർത്തു ഭയവിഹ്വല രുക്മിണി. ഭർതൃപാദത്തിൽ വീണോതീ പാരവശ്യത്തൊടസതി.
യോഗേശ്വര പ്രമേയാത്മൻ ദേവദേവ ജഗൽപദേ വധിക്കായി എന്നേട്ടനെ നീ മംഗളാത്മൻ മഹാഭുജ. ശ്രീശുകൻ പറഞ്ഞു, ഭയാൽ ശരീരം മുഴുവൻ വിറയ്ക്കവേ മുഖം വരണ്ടു വിറകൊണ്ടിതാഗളം പൊന്മാലയ അശ്രദ്ധയിലൂർന്ന പത്നി കാൽ പിടിക്കവേ ശാന്തത പൂണ്ടു വത്സലൻ. വിരൂപനാക്കി മുടി താടി വാളിനാൽ വസ്ത്രത്തിനാൽ കെട്ടി വിവേകശൂന്യനെ ചെന്താർക്കുളം ദന്തികളെന്ന പോൽ തടിച്ചുടയ്ക്കവേ യാദവർ ശത്രുസേനയെ മരിച്ച പോൽ രുക്മി നിൽക്കെ കാണാൻ വന്നോർക്കൊരുൾച്ചിരി ഭഗവാൻ സംഘർഷണനിൽ. എന്നിട്ടുമുളവായി കൃപ ബദ്ധന്റെ കെട്ടഴിച്ചിട്ട് അദ്ദേഹം കൃഷ്ണനോദിനാൻ. ചെയ്യാൻ പാടില്ലായിരുന്നു കൃഷ്ണ നീ ജുഗുപ്സിതം സുഹൃദ്വിരൂപീകരണം വധത്തിൻ തുല്യമല്ലയോ. വെറുക്കായങ്ങളെ സാധ്വി ജ്യേഷ്ഠവൈരൂപ്യ ചിന്തയാൽ സുഖദുഃഖതരല്ല അന്യർ ഭക്ഷിപ്പൂ സുഹൃതമ്പുമാൻ. വധാർഹനെങ്കിലും ബന്ധു വധിക്കരുതു ബന്ധുവെ തള്ളാം സ്വദോഷഹതനെ ഹനിക്കരുതു പിന്നെയും. സോദരൻ കൊല്ലുന്നു സോദരനെ ക്ഷത്രിയധർമ്മമായി ഘോരം തന്നെ അതെന്നാലും ബ്രഹ്മകൽപ്പിതമല്ലയോ. രാജ്യം ഭൂമി ധനം മാനം സ്ത്രീ തേജസ്സാദിയായവ ഹേതുവായി ജ്ഞാനികളെ ആക്ഷേപിക്കുന്നു ദുർമതി. ഭൂതദ്രോഹികളാം ബന്ധുക്കളെ അജ്ഞത കാരണം അനുഗ്രഹിക്കുന്ന ചിന്താഗതി നന്നല്ല രുക്മിണി. ബന്ധുശത്രു ഉദാസീനൻ എന്നു ദേഹാത്മബുദ്ധികൾ തെറ്റിദ്ധരിച്ചു പോകുന്നു ഭഗവന്മായയാൽ സതി. സകല പ്രാണികളിലും ഒരാത്മാവാണ് പങ്കിലൻ. ജലചന്ദ്രൻ ഘടാകാശം ഈ നാനാത്വം ഒരജ്ഞത. ആത്മാവിൽ മൗഢ്യത്താൽ ക്ലിപ്തം ദ്രവ്യപ്രാണഗുണാത്മകം ദേഹമാദ്യന്ത സംയുക്തം സംസരിപ്പിച്ചു ദേഹിയെ. നശ്വരങ്ങളോട് ആത്മാവിനില്ല യോഗം വിയോഗവും ദൃഗ്രൂപങ്ങൾക്കിനൻ പോലെ തവയ്ക്കാസ്പദമാകയാൽ ജന്മാതിദേഹക്രിയകൾ ആത്മാവിനല്ലൊരിക്കലും. കലകൾക്കെന്ന പോൽ ചന്ദ്രനില്ലല്ലോ ക്ഷയവൃദ്ധികൾ. സംസാരം മിഥ്യയല്ലെന്ന തോന്നൽ അജ്ഞത കാരണം. ഉണർന്നാൽ സ്വപ്നാനുഭൂതി മിഥ്യയെന്നറിയുന്നു നാം. ഞാൻ എൻ്റേതെന്ന ദേഹത്തെ തളർത്തും ശോകമൂഢത ജ്ഞാനത്താൽ നീ നശിപ്പിക്കൂ. നേടൂ സ്വാസ്ഥ്യം ശുചിസ്മിതേ. ശ്രീശുകൻ പറഞ്ഞു, ഭഗവാൻ രാമൻ ഇമ്മട്ടിൽ ഉദ്ബോധിപ്പിക്കയാൽ സതി വൈമനസ്യമുപേക്ഷിച്ചു വരിച്ചു സമചിത്തത. പ്രാണാവശേഷൻ വൈരൂപ്യഖിന്നൻ ഭഗ്നമനോരഥൻ ബലവും പ്രഭയും ശത്രു നശിപ്പിച്ചോൻ ഉപേക്ഷിതൻ. ദുഷ്ടനെ കൃഷ്ണനെ കൊന്നു പെങ്ങളെ കാത്തിടും വരെ കുണ്ടിനത്തിൽ ചവിട്ടാതെ തനിക്കു നിവസിക്കുവാൻ തീർത്ത ഭോജകടത്തിങ്കൽ കോപിഷ്ഠൻ രുക്മി വാഴുകയായി. ഭൂപാലരെ ജയിച്ചേവം കൃഷ്ണൻ ദ്വാരക പൂകവേ നിധി പോൽ രുക്മിണീ വാണിഗ്രഹണം ചെയ്തു ഭൂപതേ. അന്നു കൊണ്ടാടിയ ദുക്കൾ ഗൃഹം തോറും മഹോത്സവം. അവരും കൃഷ്ണനും രണ്ടല്ലെന്ന സമ്പൂർണ്ണ ഭക്തിയാൽ ഹരേ. ഇട്ടു സ്ത്രീ പുരുഷന്മാരന്നുജ്വലം മണികുണ്ടലം പട്ടിൽ തിളങ്ങുന്ന വധൂവരന്മാർക്കേകി കാഴ്ചകൾ. ഉയർന്നു കേതുക്കൾ വിളങ്ങി തോരണം വിചിത്രമാല്യാംബര രത്നശോഭനം. അകിൽ സുഗന്ധം മലർഭദ്രദീപവും ഗൃഹങ്ങൾ തോറും ശുഭപൂർണകുംഭവും. പൂകരംഭാലങ്കൃതങ്ങൾ പുരദ്വാരങ്ങൾ പാതയിൽ ക്ഷണിച്ചു വന്ന നൃപതൻ മത്തദന്തികൾ തഞ്ചറം. കുരുസൃഞ്ജയ കൈകേയ വിദർഭയതു കുന്തികൾ ഉല്ലസിപ്പൂ കൂട്ടുകൂടി നടന്നു രാജവീതിയിൽ. രുക്മിണീഹരണത്തിൻ്റെ വർണ്ണനം സർവദിക്കിലും കേട്ട് അത്ഭുതപ്പെട്ടു രാജകുല സ്ത്രീ പുരുഷാവലി. രമരുക്മിണിയും വിഷ്ണുകൃഷ്ണനും ചേർന്നു കാണുകയാൽ പരമാനന്ദത്തിൽ മുങ്ങി ദ്വാരകാപുരി ഭൂപതേ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.